ഇഷ്ടം പോലെ മീനകത്ത് വന്നിട്ടുണ്ട്. അതെ, എല്ലാത്തിനും കൂടി ഈ കവർ സ്ഥലമില്ല. ഇത് ടൈഗർ ഫിഷിൻ്റെ പോലത്തെ ഒരു ഇന്നലെ എൻഗേജ്മെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇങ്ങോട്ട് വരുന്ന വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല. പായസമൊക്കെ പിടിച്ചിട്ട് മത്ത് പിടിച്ചിട്ട് ഉറക്കം തൂങ്ങിയായിരുന്നു എല്ലാവരും വന്നേ. ഇന്ന് കഴിച്ച് ഉറങ്ങിയത് മാത്രം ഓർമ്മയുണ്ട്. നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും ഇവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓർത്തു എന്ത് വീഡിയോസ് ഇന്ന് ഇടാവുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഇതിൻ്റെ പുറകിലൊരു ചെറിയ തോടുണ്ട് ഇവളുടെ വീടിൻ്റെ പുറകിൽ. അപ്പോൾ ഇവിടെ കല്യാണത്തിന് മുമ്പ് ഭയങ്കര തള്ളൊക്കെ ആയിരുന്നു പണ്ടുകൊണ്ട്. അതിനകത്ത് കുളിക്കുകയൊക്കെ ഞങ്ങൾ അല്ല സത്യം. എന്നാൽ വെള്ളം കുറവാണ്. പൊതുവേ ഇവിടെ മഴ കൂടുതലുള്ള സമയമായി. ഇന്നിപ്പോൾ എന്തായാലും മഴയില്ല. മഴ നല്ലോണം പെയ്താൽ മാത്രമേ നല്ലോണം വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ച് മീനുകളൊക്കെ എന്തായാലും അത് ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇവിടെ ചിരട്ട വെച്ചിട്ടുള്ള ട്രിക്ക് വെച്ച് മീനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ കാണിക്കാം. നിങ്ങളിതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പറ്റുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയി ചിരട്ടയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ എന്തോ ചിരട്ട വെച്ച് അതൊക്കെ പരിപാടിയുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വെള്ളത്തിനകത്തോട്ടിലോട്ട് പോയി മീനെ പിടിക്കാം. ഓക്കെ, എന്തെങ്കിലും കിട്ടൂടെ? ഉറപ്പാണോ? മാറ്റിക്കോ? അപ്പോൾ ശരി, നമുക്ക് വീഡിയോ കാണാം. അയ്യോ, അകത്ത് ചാടി കയറി പോയി. ഞങ്ങളിത് ഇതുവഴി ഇത്രയും ഒരു ചെറിയ നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ ആ തോട്ടിലോട്ട്. അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഭയങ്കര പച്ചപ്പാണ് എല്ലായിടവും. നമ്മളിവിടെ ഒന്നും ഇങ്ങനെ ഇത്രയും ഇതുണ്ടാവില്ല. നമുക്ക് ഉള്ള മരങ്ങളും ഉള്ള വീടിൻ്റെ ബാക്ക് സൈഡ് ഇത്രേ പോവാണ്. അവൾ അതിൻ്റെ എന്തോ ചിരട്ടയോ തൻ്റെ തുണിയും ചോറോ ഏതാണ്ടൊക്കെ സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തോടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇതാണോ തോടെന്ന്. പക്ഷേ തോടെന്ന് പറയാൻ അതിന് വലിപ്പവും സംഭവമൊന്നുമില്ല. പക്ഷേ വെള്ളം നോക്കി നമുക്ക് ശരിക്കും അടിയിൽ ഓടുന്ന മീനെ വരെ കാണാം. കുറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, ഭയങ്കര ക്ലിയർ വെള്ളമാണ്. നമുക്ക് അടിയെത്തിട്ട് നല്ലോണം കാണാം. ആഴമൊന്നുമില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ട് ആഴം നല്ലപോലെ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഒരുമാതിരി നല്ല ആഴമുള്ള സ്ഥലം. അവിടെ എനിക്ക് തോന്നുന്നു ഒരു മുട്ടിറ്റം വെള്ളം ഉണ്ടാവുമായിരിക്കും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആ പാറയുടെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു, ആ ഒരു ഏരിയ വരെ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഈ ഏരിയയിൽ. അപ്പം ചൂണ്ടയിടുമ്പോൾ ശരിക്കും നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റുമായിരുന്നു, കാരണം അത്രയും വെള്ളമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചൂണ്ടയിട്ട് നോക്കി, പക്ഷേ ഇതിൻ്റെ പൊങ്ങ് താഴാൻ പോലുമുള്ള ടൈപ്പിൽ വെള്ളമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളി ചിരട്ട മീൻ പിടുത്തമുണ്ടല്ലോ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് കുറേ പൊടി മീനുണ്ട്. വലിയ മീനൊന്നും പറയാനില്ല, ചെറിയ ടൈപ്പ് മീനുകളാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് അതുങ്ങളെ ഇവളെങ്ങനെ പിടിക്കാൻ നോക്കാം. ഓക്കെ, നല്ല ക്ലിയർ വെള്ളമല്ലേ, നല്ല രസമാട്ടെ അതിനകത്ത് നീ നടക്കാൻ. കണ്ടോ, അടുത്തിട്ടൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അത്രയും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇറങ്ങാതിരിക്കാൻ തോന്നില്ല. അത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സിറ്റിയിലൊക്കെ താമസിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് താമസിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ ഫീൽ. എന്താ ഇത്രയും വെള്ളം ഉള്ളൂ ഇതിനകത്ത്. നമുക്കിതിനകത്ത് ഇങ്ങനെ കിടന്നാൽ നല്ല രസമാണ്. വെള്ളം ഇങ്ങനെ നമ്മൾ ഒഴുക്കിക്കൊണ്ട് പോകുമായിരുന്നു നേരത്തെ. അതിലിൻ്റെ പൊക്കത്തിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, ഏകദേശം ഇത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. ഈ വേരൊക്കെ ഈ വെള്ളത്തിനകത്തായിരുന്നു, നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം നമുക്കിതിനകത്ത് കുളിക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇനിയിപ്പോൾ എനിക്കൊന്ന് മഴ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഈ തോടിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒരു സൈഡ് ഫുള്ളിങ്ങനെ ചെടിയാണ്. നല്ല അതിങ്ങനെ വെള്ളത്തിനകത്തോട്ട് ചരിഞ്ഞ് കിടക്കും. അപ്പോൾ നമുക്ക് വെയിലൊന്നും അടിക്കാത്ത നേരം വേണമെങ്കിലും ഇതിൻ്റെ അടിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കിടക്കാം വെള്ളമുള്ള സമയത്ത്. അത് മതി. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മരങ്ങളേ ഉള്ളൂ. നോക്കി മുഴുവൻ എങ്ങോട്ട് തിരിഞ്ഞാലും പച്ചപ്പാ. വാവ്, ഇതെന്താ കാടാണോ? ജഗതി ചോദിക്കുന്നതിൽ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഓക്കെ, എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും പച്ചപ്പല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ചിരട്ടയും സെറ്റപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എന്താ പരിപാടി? ആദ്യം നമുക്ക് വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മതി.
ഇതൊരു ചിരട്ട, കുറച്ച് കുഴിയുള്ള ചിരട്ട. ഇത് പിന്നെ കുറച്ച് വൃത്തിയുള്ള ചിരട്ടയൊന്നും അല്ല. ഇവിടെ ഇതേ ഞാൻ കണ്ടോളൂ നോക്കിയിട്ട്. അകത്ത് കുറച്ച് തേങ്ങയുടെ ബാക്കിയൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു തുണി, അത് ഇതിനിങ്ങനെ വെക്കുമ്പോൾ പറ്റുന്ന ആ ഒരു ഷേപ്പിന് മുറിച്ചെടുത്താൽ മതിയേ. പിന്നെ ഇത് കെട്ടാനൊരു ചരട്, പിന്നെ കുറച്ച് ചോറ്. എന്നിട്ട് ഈ ചിരട്ട എടുത്ത്, അതെ ഇതിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ നല്ല ടൈറ്റാക്കി വെച്ചിട്ട് എന്നിട്ട് ഇത് വെച്ചിങ്ങനെ കെട്ടണം. പണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ത് നമ്മൾ ചെയ്താലും ഇഷ്ടം പോലെ മീനാവന്ന് കയറിക്കൊണ്ട് വരുന്ന കേട്ടോ. ഇപ്പം മീനൊക്കെ ബുദ്ധി വെച്ചെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് നേരം കഴിഞ്ഞിട്ടാണെന്നറിയോ ഒരു എണ്ണമെങ്കിലും കയറുന്നേ. ഓക്കെ, നമ്മളിങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം നല്ല ടൈറ്റാക്കി. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ചെറിയ, അതായത് മീന് കയറാൻ പറ്റുന്നൊരു തോള, ഒത്തിരി വലുതാക്കരുത്, കാരണം പെട്ടെന്ന് അതുവഴി ഇറങ്ങിപ്പോവും. അപ്പോൾ ഇത് ശരിക്കും ഒരു ട്രാപ്പ് പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി ഇതിനകത്ത് കുറച്ച് ചോറ്, ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? മീൻ കയറും. സിമ്പിൾ ആണെങ്കിലും ഇങ്ങനെ നല്ല രസമല്ലേ? ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിനകത്ത് ഇറക്കി വെക്കണം. ചോറിനകത്ത് കാണാമല്ലോ, ഇത് വലിയ തുളയായി പോയല്ലോ. കുഴപ്പമില്ല, ഇത്രയും വേണം. ഇത് മീൻ ഇറങ്ങി പോകൂലേ? ഇല്ല. ഓക്കെ, ശരി. ഓക്കെ, പാവം പിടിച്ച ഒരു 3-4 മീൻ ഇവിടെ നിൽപ്പുണ്ട്. നിൻ്റെയൊക്കെ കാര്യം തീരുമാനമായടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, നല്ല ക്ലിയർ ആയതുകൊണ്ട് ഇവിടെ കൂടെ ഓരോ നടന്ന് ഓടുന്നതൊക്കെ എനിക്ക് കാണാം. ഇവിടെ വെക്കാവേ. ഇത് ജസ്റ്റേ മണ്ണിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് ചിരട്ട നല്ലപോലെ ഇറക്കി വെക്കുക. അതായത് മോൾ വശം മാത്രമേ മുകളിൽ നിൽക്കാവുള്ളൂ. ചിരട്ട വെച്ചിട്ടുണ്ട്. മീൻ അതെ ഇഷ്ടം പോലെ മീനകത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ചിരട്ടയുടെ മുകളിൽ കൂടെ. അയ്യോ, ഇത്രയും മീൻ വരൂല്ലേ? ഓ ഷിറ്റ്. ഇനി എന്താ പരിപാടി? ഇതല്ലേ ഇറങ്ങി പോണ്ടാ? അത് തിന്നട്ടെ, അതിൻ്റെ പോരാ, അനക്കാതെ നിൽക്കണം വെള്ളം. അത് നീ വാ, പൊക്കിയാൽ മതി. ഇങ്ങോട്ട് മാറ്. ഇങ്ങോട്ടിപ്പോൾ ഞാൻ പൊക്കി നോക്കട്ടെ? വേണ്ട വേണ്ട, എന്തുവാണ് ഇത്? പേടിപ്പിക്കുമല്ലോ. കാണിച്ചേ. ആ ഇത് അപ്പോൾ അവള് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ചാടുന്ന അറിയാൻ പറ്റും. ഓക്കെ, ബാ. ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് ഒരെണ്ണമില്ല കേട്ടോ, കുറേ എണ്ണം കയറും. വെള്ളം വേണ്ട, എല്ലാം ബുദ്ധി പിടിച്ച മീനാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്താൽ മതി. മറ്റേ ടൈപ്പ് മീനാ, അതാ ഇത്ര ബഹളം കേട്ടോ. ഒന്നിനെ കിട്ടിയുള്ളൂ? അല്ല 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 അല്ല, 2, 3, 4. ഓ ഇത്രയാണ് ഞാൻ വിചാരിച്ചില്ല. അതാ ഞങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചിരട്ട വെച്ചപ്പോൾ തന്നെ നമുക്ക് 5 മീനെ കിട്ടി. ഇത് ഭയങ്കര ടെക്നിക്കാണല്ലോ. ആ നമ്മുടെ ടൈഗർ ഫിഷിനെ പോലെ കണ്ടോ, മഞ്ഞേന് കറുപ്പ് വരെ അതിനിവിടെ വാഴയ്ക്ക വര എന്നാ പറയുന്നത്. ഈ പേരൊക്കെ മീൻ അറിയോ? പിന്നെ മറ്റേതുണ്ടല്ലോ, അതിനെ തുപ്പൽ, അതിനെ തുപ്പല് കൊത്തി എന്നാ പറയാ. ആ സാധനം ഉണ്ടല്ലോ, ഈ തുപ്പല് കൊത്തി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ചാട്ടക്കാരനാട്ടോ. ചാടിക്കൊണ്ടേയിരിക്കും. മറ്റേതുങ്ങൾ പാവങ്ങളാ. പക്ഷെ നമ്മളന്ന് ഇതൊന്നും അല്ല പിടിച്ചത്, ഞങ്ങളൊന്നും പിടിച്ച പരലായിരുന്നു വലുത്. പക്ഷെ ഇത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല എന്ന് തോന്നുന്നു. ഇത് കുഞ്ഞു മീനുകളെ കിട്ടുക, അത് ചിരട്ടക്കകത്ത് കയറാൻ പറ്റുന്ന ഇത്രയും വലിപ്പമുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാലും കേട്ടോ ആദ്യത്തെ പ്രാവശ്യം 5 എണ്ണം ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് അങ്ങാണ്ട് 5 എണ്ണത്തിനെ പിടിച്ചാൽ അന്ന് ചെറുത്. അത് ആപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം കയറുമെന്ന് വിചാരിക്കുന്നു. പാവം കഴിഞ്ഞ പ്രാവശ്യം 5 എണ്ണം കയറി. ഈ പ്രാവശ്യം എത്ര എണ്ണം കയറുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് അതിനകത്ത് ഒരു 5-8 മീൻ കയറിയെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ അതിന്റെ കുറേ വന്നിപ്പുണ്ട്. എടുക്കടി. ഓ ദോ നിന്റെ വാഴയ്ക്ക വരേനൊക്കെ കയറി. 3 കയറി. എല്ലാം ഉണ്ടോ? അതെ ചാടുന്നു നോക്കാം. ബാ. ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം പോയി. ലവന്മാരെല്ലാം ചാടിപ്പോയി. അതോ ഉണ്ടോ? അല്ലോ ശരിയാട്ടോ, അമ്മ 5 എണ്ണം ഉണ്ട്. വാ, അല്ലേ ബെറ്റർ. ഇതാണ് ഇവള് പറഞ്ഞേ വാഴയ്ക്ക വരെ. എവിടെയാണ് വാഴ? കൊല്ലുന്നില്ല, ഇട്ടേക്കാം. പോ.
ഇനി ഉണ്ടോ വാഴയ്ക്ക വരേൻ? ബ്ലാക്ക് കളറാണല്ലോ അതിനെ. ഒരെണ്ണൂറുണ്ട്. ആഹാ, ഈ പ്രാവശ്യം കളക്ഷൻ കുറവായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം 5 എണ്ണം കിട്ടി. ഈ പ്രാവശ്യം നമുക്ക് 3 എണ്ണത്തിനെ കിട്ടിയുള്ളൂ. അവിടെ ചിരട്ടക്കകത്ത് ചോറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുക. കുറേ മീനൊക്കെ അവിടെ വന്ന് കയറുന്നുണ്ട്. ആദ്യം വെച്ചപ്പോൾ പെട്ടെന്ന് കയറി, പിന്നെ വെച്ചിട്ട് അത്ര സ്പീഡിൽ കയറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മീനുകൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അടുത്ത കുറേ എണ്ണം കയറി. അവളിത് എടുക്കാനായിട്ട് പോകുന്നു. കം ഓൺ അറ്റാക്ക്, യു ക്യാൻ ഡു ഇറ്റ്. എൻ്റെ ദൈവം, ഇങ്ങനെ ചാടിയ മീൻ പേടിച്ചോടൂല്ലോടി. വല്ല ഉണ്ടോ? ആ വാ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറിയ സൗണ്ട് കേട്ടിട്ടേ അത് ഇറങ്ങിപ്പോകും വേഗം. അമ്പടി ജിഞ്ചിൻ ചാക്കടി. ആ നോക്കട്ടെ ഇപ്പോൾ എത്ര എണ്ണം? എടി കുറേ എണ്ണം ചാടി പോയില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല, 2 എണ്ണപ്പ് വീണേ. ആ അതെ. നമ്മൾക്ക് വെള്ളം കുറവാണോ? ആ ഉണ്ട്, വെള്ളം കൂടുതലായി ചാടൂല്ലേ. നല്ലെന്തേ ചാടുന്നുണ്ട്. ഓ ഷിറ്റ്, ഒരെണ്ണം ചാടിപ്പോയി. കുറേ ഉണ്ട് ചേട്ടാ. വാഴടെ 2 എണ്ണം. വാവ്, ഇപ്രാവശ്യം കുറച്ച് നേരം കിട്ടി. കുറേ മാര് കിടന്ന് ഭയങ്കര ചാട്ടം. എടാ, കൂടുതൽ അഹങ്കാരം കണ്ടിച്ച് ചാടി താഴെ വീണാൽ നിങ്ങൾക്ക് ചത്തുപോകും. ഞങ്ങളിത് വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിനും തിരിച്ച് വിട്ടേക്കാം. ഇനിയൊന്നും കൊല്ലില്ല. വെറുതെ ഷോ കാണിക്കാൻ ചാടി താഴെ വീണ അവസാനം അതിനകത്ത് ചാവത്തേ ഉള്ളൂ. അപ്പോൾ ഇവള് പറഞ്ഞ പോലെ കേട്ടോ, ശരിക്കും മീൻ കിട്ടും. അത് ഈ ചെറിയ ടൈപ്പ് മീനുകളെ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. അത് കാര്യമാണ്. ഈ ചിരട്ടക്കകത്ത് കൊള്ളുന്ന അതെ, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചാലൊന്നും ഇത്രയും, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ചാൽ കയറുന്ന മീനല്ല ഇത്, വേറെ കാര്യം. പക്ഷെ എന്നാലും നമുക്ക് ചൂണ്ടിടണമെങ്കിൽ ഒരു ക്ഷമ വേണം. കുറേ ടൈം എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. ചൂണ്ടിടുന്നവർക്കറിയാം. അപ്പം ഇതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് വറുത്ത് തിന്നാനല്ല, പിള്ളേർക്കൊരു എന്റർടൈൻമെന്റ് ആണ്. അതെ, സത്യം. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇതായിരുന്നു നമ്മുടെ മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് പിന്നെ ഇതും വറുത്ത് തിന്നുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടാ. അത് വേണ്ട, നമുക്കെല്ലാം വിട്ടേക്കാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇത് ഇവള് പറഞ്ഞ സംഭവം കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് അത് ഷൂട്ട് ചെയ്യാലോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വെച്ചാണ് അത് വീഡിയോ ആയിട്ട് എടുത്തത്. തള്ളല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ തള്ളാറില്ല. അതെ, ഒറ്റ ട്രിപ്പിൽ ഏതാണ്ട് 5 മീനിൽ കൂടുതലാണ് കിട്ടുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ 2-3 അത് കൂടുതലല്ലേ. അപ്പോൾ കുറേ മീനുകളായിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ 1-2 എണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ നോക്കട്ടെ. കിട്ടിയോ? എത്ര എണ്ണമായി? കുറേ ആയോ? അത്രയല്ലേ. ഓ, ഇപ്പം വരുന്നവന്മാരാ കിടന്നു ചാട്ടം കേട്ടോ. കൊണ്ടിടുമ്പോഴത്തേക്ക് അവന്മാർ ചാട്ടം തുടങ്ങും. ചേച്ചിയുടെ മീൻ പിടുത്തം ഇടൂ. ഇവിടെ ഒരാള് ഞാൻ പിടിക്കുന്ന കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ച് നോക്കുക. ഇപ്പം കണ്ടോ, ഇതുമായിട്ട് കിട്ടും മോളെ. ബ്രില്യൻസേ. അതിപ്പോൾ ഇങ്ങനെ ആര് വെച്ചാലും നാക്കിന് പോയി എടുത്താൽ മതി, മീനെ കിട്ടും. മീൻ കയറുന്നത് അക്ഷമേനായിട്ട്. അക്ഷമൻ സൈലന്റ്. ഓക്കെ ഓക്കെ, ശരി കേട്ടോ. ഒരെണ്ണെങ്കിലും കയറിയാണ്ടേ. അക്ഷമനായിട്ട് കാത്തു നിൽക്കുകയാണ്. വല്ലതും നടക്കുവോടേ? വല്ലതും നടക്കുവോ? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഒന്നും കിട്ടിയില്ല. അതെ, മീന് ബുദ്ധി വെച്ചു. പിന്നെ അത് പിടിക്കേണ്ടവർ പിടിക്കണം. പിന്നെ ഇതിനകത്ത് മാസ്റ്റർ ബുദ്ധി ഒന്നും ഉണ്ടല്ലോ. എന്താ കിട്ടാത്തേ? അത് അവിടെ എല്ലാ മീനുകൾക്കും മനസ്സിലായി. ഞാൻ വേറൊരു വെച്ച് പിടിച്ചാൽ വേറൊരു സ്ഥലത്ത് ട്രൈ ചെയ്യാണ്. അതിങ്ങനെ തിരിച്ച് ഇറക്കി വെക്കണേ. ഓ, എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെങ്കിലും ഒരു മീനെ പിടിച്ചോട്ടെ എന്ന് വെച്ച് പറഞ്ഞു. എങ്ങാണ്ട് 2 മീൻ കയറിയപ്പോഴത്തെ അഹങ്കാരം തോന്നി. കിട്ടി മോളെ. കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ മുഖത്തെ ആ ഒരു സന്തോഷം നോക്കി. എൻ്റെ അടുത്താ കളി. വാടെ കിട്ടി. ഇല്ല, അവനെ കാണിക്കാം. യെസ്, വാഴക്ക വരാനോ. അപ്പോൾ ഞാൻ പിടിച്ച വാഴക്ക കണ്ടോ? എന്തോ വാഴക്ക വരാൻ എന്തെങ്കിലും ആട്ടെ. കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും മീൻ നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളിത് ഇത്രയും മീനെയാണ് പിടിച്ചത് കേട്ടോ. ഞങ്ങളല്ല ഇവളാ പിടിച്ചത്. ഞാനകത്ത് ആകെ 2 എണ്ണത്തിനെ കണ്ട് പിടിച്ചത്. നോക്കിയേ, എല്ലാത്തിനും കൂടി ഈ കവർ സ്ഥലമില്ല. ഇതിലും ചെറിയൊരു കവറില്ലായിരുന്നു മോളെ. ഞഞ്ഞായി. ഇത്ര എണ്ണം ഉണ്ട്.
ഇവന്മാരെല്ലാം കൂടെ കിടന്ന് ചാട്ടം അതിനകത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് വിട്ടേക്കാം, പാവങ്ങളെ ഉപദ്രവിക്കേണ്ട വെറുതെ. ഇഷ്ടമാണ് ഇത്രയും മീൻ. നമ്മളൊരു 3-4 പ്രാവശ്യം പിടിച്ചല്ലേ, 5 പ്രാവശ്യത്തോളം പിടിച്ചു ഇത്രയും മീനെ കിട്ടി. അതെ, ഞങ്ങൾ ചൂണ്ടയിട്ട് കുത്തിയിരുന്നിട്ട് പോലും ഇത്രയും കിട്ടിയില്ല മണിക്കൂർ കണക്കിന്. പിന്നെ ഇത് കൊച്ചുമീനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരു നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതിനകത്ത് ഇങ്ങനെ ചോറിട്ടിട്ടാണ് ജസ്റ്റ് ഈ ഹോളിൽ കൂടെ മീൻ കയറും. അപ്പം നമ്മൾ ഓടിപ്പോയി പെട്ടെന്ന് കയറുന്ന കണ്ടുകൊണ്ട് അടച്ച് പിടിച്ചുകൊണ്ട് എടുക്കുക, നോക്കുമ്പോൾ മീനുണ്ടാവും. അപ്പോൾ അങ്ങനെ പിടിച്ച മീനുകളാണ് എല്ലാം. ഇതാണ് ഇവള് പറയുന്നത് വാഴയ്ക്ക വരെ. ഞങ്ങളുടെ മീനുകളാണ് ഞങ്ങൾ പിടിച്ചത്. ഇനി ഞങ്ങൾ ഇവന്മാരെല്ലാം വെള്ളി ഇട്ട് കൊടുക്കാൻ പോവാം. എല്ലാത്തിനും തോട്ടിലോട്ട് തന്നെ വിടാൻ പോവാം. ഇതോ അപ്പം നമ്മൾ ഇവനെ വിടാൻ പോവാണ്. അയ്യോ ചാടിപ്പോയി. ഞങ്ങൾ ഇതിനെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അമ്മ കയ്യിലിങ്ങനെ ഇടുന്ന പുക്കടാച്ചിരി ഇവനിച്ചിരി വലുതാട്ടോ. അവനൊക്കെ ദേ 1-2 എണ്ണം ഇറങ്ങിപ്പോ. നീ പോണില്ലടാ. നമുക്ക് ഇല മാറ്റിയിട്ട് ആഹാ ഇനി ഇത്ര ഉണ്ടായിരുന്നോ? ഇത്രയും അമ്മമാരുണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഒരു 5-6 എണ്ണത്തിനെ വിട്ടു. ഇപ്പോൾ കിട്ടിയതിൽ ഏറ്റവും വലുത് ഇവനാ. ഇതിനും വലുതായിരുന്നു. ഞങ്ങളൊന്ന് ചൂണ്ടിട്ട് പിടിച്ചേ. നമുക്ക് നൈസായിട്ട് ഇവനെ വിട്ടു കൊടുക്കാം. പൊക്കോ പോകുന്നില്ലേ? അതാ പോന്നു. അവിടെ റെക്കോർഡോ ആ കണ്ണൻചാള കിടന്ന് ചാടി. അയ്യോ എന്ത് വരേനായാലും ശരി ഒരെണ്ണം ചാടിപ്പോയി. കണ്ണൻചാള പോടാ. അല്ല വാഴയ്ക്ക വരെ. അപ്പോൾ ഇനി ഇതിൻ്റെ കളറ് ശരിക്കും നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. ഇതിന് കണ്ടോ, ഇതിന് വലിയ കളറില്ല. മറ്റേതിൻ്റെ വര ശരിക്കും അറിയാം. അവന്മാർക്കൊന്നും നമ്മൾ പിടിച്ചതിൽ ഏറ്റവും ചെറിയ ഇവനാട്ടോ. ഭയങ്കര കുരുത്തക്കടാ. നമുക്ക് ഇട്ടേക്കാം. അവന് നല്ല മഞ്ഞ കളറുണ്ട്. നോക്ക്, ഇത് ടൈഗർ ഫിഷിൻ്റെ പോലത്തെ ഒരു വരയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ടൈഗർ ഫിഷ് നമ്മൾ അക്വറിയത്തില്ലേ അതുപോലത്തെ ബോഡിയിലൊരു ചെറിയ ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ലാസ്റ്റത്തെ മീനെ നമ്മൾ റിലീസ് ചെയ്യാണ്. പൊക്കോ. ഓക്കെ, അപ്പം നമ്മൾ എല്ലാത്തിനെയും വിട്ടു. അപ്പം ഇങ്ങനെ ചിരട്ട വെച്ച് മീനെ പിടിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. ചിരട്ട വെച്ച് മാത്രമല്ല, പണ്ട് ഞങ്ങളിങ്ങനെ മറ്റേ കൊതുപോലെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടിലാക്കിയിട്ട് നമ്മളവിടെയൊക്കെ എന്താ പറയുക കണ്ടമുണ്ട്. അപ്പോൾ ഈ കണ്ടത്തിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ തോട്ടിലോട്ട് വീഴും, അല്ലെങ്കിൽ തോട്ടിൽ നിന്ന് കണ്ടത്തിലോട്ട് വീഴും. ആ സമയത്ത് ഇങ്ങനെ പരലെന്ന് പറയുന്ന സാധനം ഇതുപോലെ വെള്ളത്തിൽ ഇഷ്ടം പോലെ വരും. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ കൊതുകുവലയുടെ വട്ടം ഇങ്ങനെ റൗണ്ടിൽ കെട്ടിയിട്ട് അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ എന്നിട്ട് അറ്റത്തൊരു കെട്ടിയിട്ട് വെക്കും. ചില സമയത്ത് എന്തൊക്കെ മീനാ രാവിലെ നോക്കുമ്പോൾ അറിയത്തില്ല, ചേര വരെ അങ്ങനെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചിലെ അതൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. എന്നാലും ജസ്റ്റ് ഞങ്ങളിതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അല്ല, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാത്തൊരു 1-2 വീഡിയോസ് ചാനലിട്ടുണ്ട്. എല്ലാം പോയി ഒന്ന് കണ്ടു നോക്കുക. കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ. എന്നിട്ട് അതിൻ്റെ പോരായ്മകളോ കുറവുകളോ അല്ലെങ്കിൽ ഞങ്ങൾ ബെറ്റർ ആവുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്ന ജെന്യൂനായിട്ടുള്ള അഭിപ്രായം, തള്ളി മറിച്ചൊന്നും വേണ്ട, ജെന്യൂനായിട്ട് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞങ്ങളോട് തുറന്നു പറയാം. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. നല്ല സുഖം. അടിപൊളി കേട്ടോ, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. നമുക്ക് പ്രൊമോട്ടിങ് ചടാം. ശരിക്കകത്ത് വെള്ളം കയറ്റി ഇല്ല, എൻ്റെ ശരിക്കും മുങ്ങാനുള്ള വെള്ളം ഇല്ല, അതാ പ്രശ്നം. ഏറ്റവും ടോപ്പിലോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ അടിപൊളിയാണ്. ഓക്കെ, നല്ല തണലാണ് മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. സോ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഇവിടെ ഇറങ്ങി കിടക്കാറുണ്ട്. കുറേ നേരം ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് കുളിച്ച്. ഇപ്പോൾ ഇപ്രാവശ്യം വെള്ളം വളരെ കുറവാണ്. മറ്റേ നല്ല അടിപൊളി
ആയിട്ട് വെള്ളം ഉണ്ടാവും. അപ്പം നമുക്കിങ്ങനെ ഇതിപ്പോൾ എൻ്റെ തലയൊന്നും നല്ലപോലെ താഴ്ന്ന് മുട്ടുന്ന രീതിയിൽ വെള്ളമില്ല. അപ്പം വെള്ളം കുറവാണ്. അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായതിനെ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക, എന്നെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.